സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 ആ വാക്യത്തിലെ 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക്, അപ്പൊ കർത്താവിന്റെ വരവിലേക്ക് നിർമ്മലന്മാരായിട്ട് നിൽക്കണം. നിർമ്മലന്മാരായിട്ട് നിൽക്കണം, വിശുദ്ധിയുള്ളവരായിട്ട് നിൽക്കണം, നിഷ്കളങ്കരായിട്ട് നിൽക്കണം. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ദൈവം അവനോട് പറഞ്ഞൊരു വാക്കാണ്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അടുത്തത് എന്നാൽ അങ്ങനെ നിന്നാൽ ഞാൻ എനിക്കും നിനക്കും മധ്യയിൽ എൻ്റെ നിയമം സ്ഥാപിക്കും. ദൈവം ക്ലോസ് വെക്കാതെ ഒന്നും ചെയ്യത്തില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെ. ഈ പ്രമാണം അനുസരിച്ചാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. ഈ വ്യവസ്ഥയിൽ നിന്നാൽ, ഈ ഉപദേശത്തിൽ നിന്നാൽ, അത് പഴയ നിയമം പഠിക്കുമ്പോഴും പുതിയ നിയമം പഠിക്കുമ്പോഴും വ്യവസ്ഥ നിന്നാൽ, ദാവീദ് ശലോമോനോട് പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ അനുസരിച്ചിട്ട് നടന്നതുപോലെ നീയും അനുസരിച്ച് നടന്നാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ക്ലോസ് വെക്കുന്നുണ്ട് അവിടെ. അവൻ നടന്നോ? ഇല്ല. അവൻ്റെ ഇഷ്ടത്തിന് പോയി. അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന ഒരു വൃക്ഷത്തെ പറിച്ചു കളയുന്ന പോലെ ശലോമോൻ എന്ത് ചെയ്തു? പറിച്ച് ദൂരെ കളഞ്ഞു. തെളിവെന്താ? വിശുദ്ധന്മാരുടെ പട്ടിക എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതി വരുമ്പോൾ ഈ ചങ്ങാതി അവിടെ ഇല്ല. കരുത്തന്മാരായ കഥാപാത്രങ്ങൾ പലരും ഉണ്ട്. അപ്പൻ ദാവീദുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, ദാവീദ് പാപം ചെയ്തതല്ലേ? അതേ, പാപം ചെയ്തു. പിന്നെന്തിനാ? 4-ാം പ്രവാചകൻ വന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ദാവീദിന്റെ മനോഭാവം എന്ത്? വീണു, നിലത്ത് കിടന്നു, കരഞ്ഞു, നിലവിളിച്ചു. ദാവീദ് രാജാവാണ്. ആരെവിടെ? അടിയിലിതാ അവന്റെ തല വെട്ടി കൊണ്ട് കളയാൻ പറഞ്ഞ അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ ദൈവശബ്ദത്തിന്റെ മുൻപാകെ നിലവിളിക്കുന്ന ദാവീദിനെ നമുക്ക് നമ്മോട് കാണാൻ കഴിയും. ദാവീദിന്റെ സിംഹാസനത്തിലാണ് കർത്താവ് യേശുക്രിസ്തു വന്ന് വാഴാൻ പോകുന്നത്. ദാവീദ് യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞ ക്ലോസോട് എന്ന് പറഞ്ഞേ ആരെങ്കിലും? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പൊ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ ബലഹീനതകൾ നിറകണ്ണുകളോടെ ദൈവശബ്ദത്തിന്റെ മുൻപാകെ നമ്മൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞാൽ നമ്മോട് കരുണ കാണിക്കുന്ന ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് പൽക്കാലം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവം കരുണയുള്ളവനാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ നമ്മളോട് കരുണ കാണിക്കും. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, കർത്താവെ, ഞാൻ ബലഹീനനായിപ്പോയി, കർത്താവെ, ഞാൻ വീണുപോയി, കർത്താവെ, എനിക്ക് പരാജയം സംഭവിച്ചു, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ ഞാൻ വീട് കിടക്കുകയാണ്, എനിക്ക് കൃപ തരണം, എനിക്ക് ബലം തരണം, എനിക്ക് ശക്തി തരണം, എന്നെ മുൻപോട്ട് നയിക്കുവാൻ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നമുക്കത് തരും. ഞാനിങ്ങനെ ചിന്തിക്കും, ഈ പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാര്, അവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഈ ഓശാന ബൈബിളിൽ പറയുന്ന ഭാഗമാണ് ഏറ്റവും ഗാംഭീര്യം. ഇതാ ഭൂലോകത്തെ മറിക്കുന്നവർ ഇവിടെയും. അതങ്ങനെ ഭൂലോകത്തെ കീഴ്മ മറിക്കാന്ന് പറഞ്ഞു. നമ്മൾ ബന്ധക്കോസുകാരൻ കീഴ്മ മറിക്കുന്നുണ്ട്, കോടതി പോയി കേസ് നടത്തി കീഴ്മ മറിച്ചുകൊണ്ടിരിക്കുക. ആ കീഴ്മ മറിക്കലല്ല, അവരൊരു ദേശത്ത് വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദേശം എന്ത് ചെയ്യുക? കിട്ടുക ചെയ്യുന്നു. പൗലോസിനെ ജീരാത്തിലെ കാരാഗ്രഹത്തിൽ കഴുത്തിൽ കുത്തിയെടുത്ത് ഉള്ളിലോട്ട് തള്ളി. അവിടെ കിടന്ന യവന്മാർ എന്ത് ചെയ്യുക? ഭയങ്കര ആരാധന നടന്നപ്പോൾ എന്താ പറ്റി? അവിടെ ഒരു കീഴ്മേൽ മറിക്കലുണ്ടായി. എന്തായിരുന്നു? ഭൂകമ്പം. അവർ അതായത് ജയിലറയിലുള്ളവരൊക്കെ, അതിൻ്റെ അധികാരികളൊക്കെ ഭയന്ന് വിറച്ചു പോയി. പണ്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഈ കേരളക്കരയിലെ ഏതോ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ഒരു സാധു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എന്തോ ഒരു കുറ്റത്തിന് അവർ പോലീസുകാർ പിടിച്ചോണ്ട് പോയി ജയിലിൽ കൊണ്ടിട്ടു, ഒരു ഒറ്റ സെല്ലിൽ കൊണ്ട്. പുള്ളി അവിടെ കിടന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ SIക്കും പോലീസുകാർക്കും ഇവിടെ ഇതില്ല, ഇറങ്ങി പോടാന്ന് പറഞ്ഞ് തുറന്നു വിട്ടെന്ന് പറഞ്ഞത്. കാരണം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവഭീതി അയച്ചു. നമ്മൾ വിചാരിക്കുന്ന ഈ ആത്മാവിൻ്റെ പ്രാർത്ഥന നിസ്സാരമായിട്ട് കാണരുത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങി വരും. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ അതാണ് സംഭവിച്ചത്. ഇപ്പൊ നമുക്കിപ്പോൾ അതിന് നേരമില്ല. അപ്പോസ്തലന്മാർ ചെയ്തത് എന്താണെന്ന് പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എടുത്താട്ടെ, പറയാനായിട്ട് പ്രേരണയുണ്ട് ഹൃദയത്തിൽ. വലിയ പ്രതികൂലം വന്ന സമയത്ത് അവരെന്താ ചെയ്തു? പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം
അവരെ ബന്ധിച്ചു, കെട്ടുകയോ, അടിച്ചു, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അതിന്റെ 4:23 മുതൽ വായിക്കാം. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് അല്ലല്ല 4:4 4:23 ആ അറിയിച്ചു. അവർ ഒരുമനപ്പെട്ടു, ദൈവത്തോട് നിലവിളിച്ചു. അവർ ഒരുമനപ്പെട്ട് നല്ലൊരു വക്കീല്, രക്ഷിക്കപ്പെട്ട ഒരു വക്കീല്, അന്യഭാഷ പറയുന്ന ഒരു വക്കീലിനെ കൊണ്ട് കോടതി കയറി ഇറങ്ങിയല്ല ചെയ്തത്. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. പറഞ്ഞത് നാഥനെ, ജാതികൾ കലഹിക്കുന്നതും നിരൂപിക്കുന്നതും എന്റെ ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം സ്തോത്രം. സത്യം. അടുത്ത ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടും പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇന്നിപ്പോ എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മൾ കിടന്ന് കുലുങ്ങുന്നതല്ലാതെ സ്ഥലവും കുലുങ്ങത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ കേസിനും കോടതിക്കും വഴക്കിനും പോവുക ചെയ്യുന്നത്. നമ്മൾ വക്കീലിനെ അന്വേഷിക്കുക, നമ്മൾ നിയമപരമായി ഇടപെടുക. ഒരു സ്ഥലത്തൊരു പരസ്യവും നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ സുവിശേഷ വിരോധികൾ ഇവിടെ നടത്താൻ പറ്റത്തില്ല. ഉടനെ ആ സഹോദരന്മാർ പറയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം നിങ്ങൾക്കറിയാമോ? അവരോട് അടിയുണ്ടാക്കാൻ പോവുക. എടാ, പൊടിയും തട്ടിക്കളഞ്ഞ് പോകാനാ കർത്താവ് പറഞ്ഞേക്കുന്നത്, അവിടെ കിടന്ന് വടിയൊക്കെ അവസാനം അവരെല്ലാം കൂടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ കിടന്ന് വേല കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ആത്മശക്തിയില്ല, ദൈവകൃപയില്ല, വചനജ്ഞാനമില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെപ്പോഴും ഈ പ്രവൃത്തി പുസ്തകത്തെ ഫോളോ ചെയ്യുക. കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു അത് ചെയ്യുക. അവർ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കുക, അവർ ഉപവസിച്ചെങ്കിൽ അവർ ഉപവസിക്കുക, നമ്മൾ ഉപവസിക്കുക. അവരെ സുവിശേഷ വിരോധികൾക്കെതിരെ ഏത് നിലപാട് സ്വീകരിച്ചു നമ്മളും അത് തന്നെ എടുക്കുക. നമ്മൾ മറ്റൊന്നാകരുത്. നമ്മൾ മറ്റൊന്നായാൽ വ്യവസ്ഥ മാറിപ്പോകും. വ്യവസ്ഥ മാറിയാൽ ദൈവം അവിടെ പ്രവർത്തിക്കത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കഴിവും നമ്മുടെ പണവും നമ്മുടെ മറ്റു പലതും ഒന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് എൻ്റെ ദാസന്മാർ എൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച് എന്നോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ദൈവം നോക്കുന്നത്. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളെ തൊടുന്നവൻ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ. പൗലോസിനെ ശീലാസിനെയും തൊട്ടപ്പോൾ ദൈവത്തിന് അത് സംഭവിച്ചു. നമ്മളെ തൊടുമ്പോഴോ ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ സംഭവം മാറിപ്പോയി, വ്യവസ്ഥകൾ മാറിപ്പോയി, നമ്മളിൽ നിന്ന് ജീവിതത്തിന്റെ രീതികൾ, ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. പെന്തക്കോസ്തുകാരുടെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി, വചന പ്രഘോഷണത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി, വിശുദ്ധ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി, വേർപാടിന്റെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി, ആത്മീയ നിലവാരത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. അപ്പോസ്തലന്മാരിലേക്ക് നമ്മൾ വരണം. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ മീൻ പിടിച്ച് നടന്നവരാ. അവരെയൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ല. അനുകരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവർ മീൻപിടുത്തക്കാരായിരുന്നു സുവിശേഷ വേല ചെയ്യുന്നതിന് മുമ്പേ. കർത്താവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷം അവർ ദൈവവചനം പഠിച്ചു, അഭ്യസിച്ചു. അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. അവർ കാത്തിരുന്നു. ശക്തി ലഭിച്ച് കർത്താവ് അവരെ ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോൾ അവർ ശിഷ്യന്മാരല്ല, അവർ അപ്പോസ്തലന്മാരാണ്. ദൈവം അവർക്ക് പദവി കൊടുത്തു, ബഹുമാനം കൊടുത്തു. ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പൗലോസ് പറയുക. അപ്പൊ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ആരാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 3 പേരാണ് പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ആദ്യത്തെ സുന്നകദോസ് കൂടിയത്. ഇപ്പൊ നമ്മുടെ കത്തോലിക്ക അച്ഛന്മാർ കുറെ സുന്നകദോസ് കൂടുന്നുണ്ട്. അവർ കുറെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, കാശിന് ഗുണമില്ലാത്ത കുറെ പ്രസ്താവനകൾ. ആർക്ക് വേണോ അത്? യോഹന്നാൻ, യാക്കോബ്, പത്രോസ് 3 പേരും ഉണ്ടായിരുന്ന സമയത്ത് ഇറക്കിയ പ്രസ്താവന എന്തായിരുന്നു? ആ 15-ാം അധ്യായം വായിച്ചു പഠിച്ചാൽ മതി, അതിലേക്ക് പോകുന്നില്ല. അതിലൊരു വാക്യം മാത്രം വായിക്കാം. ആ 15-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
15:10 പ്രവൃത്തി 15:10 ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഭയങ്കര നമ്മുടെ പിതാക്കന്മാർക്കും ആമേൻ സ്തോത്രം. നുകം എന്താണ് ആ നുകം? എന്താണ് ആ നുകം? ന്യായപ്രമാണം. നമുക്ക് നമ്മുടെ പിതാക്കന്മാരും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു. ആ നുകം ശിഷ്യന്മാരുടെ, പുതിയ നിയമ ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കരുത്. പരിജ്ഞാനത്തോടെ വചനം മനസ്സിലാക്കുക നമ്മൾ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒത്തിരി ഉപദേശങ്ങൾ കിടപ്പുണ്ട്. സാത്താന്റെ ഉപദേശമുണ്ട്, ശാസ്ത്രിമാരുടെ ഉണ്ട്, പരീശന്മാരുടെ ഉണ്ട്, മനുഷ്യരുടെ ഉണ്ട്, പിശാചിന്റെ ഉണ്ട്, രാജാക്കന്മാരുടെ ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഉപദേശിച്ച് നടത്താൻ പറ്റത്തില്ല. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ പുതിയ നിയമസഭയ്ക്ക് അത് നമ്മൾ പ്രസംഗിച്ച് സഭയെ നടത്തിയാൽ, പ്രവൃത്തി 9:31, പ്രവൃത്തി 16:4-5 ഈ 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. യഹൂദ, ഗലീല, ശമരിയ സഭകളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അപ്പോസ്തലന്മാരാൽ നടത്തപ്പെടുന്ന സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇന്ന് സഭയ്ക്ക് സമാധാനമില്ല. സഭ കോടതി കയറിയിറങ്ങിയാണ്. സങ്കടകരമാണ്. അടുത്ത് സഭ ആത്മീയ വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. കണ്ടോ, സഭ ആത്മീയമായി പെരുകി വന്നു, ആത്മീയ വർധന പ്രാപിച്ചു, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനമുണ്ടായിരുന്നു സഭയിൽ. ഇനി 16:4-5 കൂടി വായിച്ചേ. പ്രവൃത്തി 16:4-5 വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട വിഷയമാണ്. അതെ, 16:14 നോട്ട് ചെയ്തോണേ എല്ലാവരും. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പട്ടണങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞ വെച്ച വിധി നിർണയങ്ങൾ, പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏൽപ്പിച്ചു കൊടുത്തെന്ന് പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അതാണ് സഭയുടെ ഉപദേശം. നമ്മളത് വിട്ടുകളയരുത്. ന്യായപ്രമാണം പ്രസംഗിക്കുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അതിനൊരു പക്ഷേ ദൈവത്തിന്റെ ശിക്ഷ നമ്മുടെ മേൽ വരും, മറന്നു പോകരുത്. എനിക്കറിയാം നല്ല നല്ല സ്കോളേഴ്സ് ആയിട്ടുള്ള പാസ്റ്റർമാര് ഈ മീൻ പിടിച്ചു കിടന്നവർ പറഞ്ഞ ഉപദേശം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യും എന്ന് പറയാം തലയിലോട്ട്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ച്. 1 യോഹന്നാൻ 1-ന്റെ 1, 2, 3, 4 വാക്യങ്ങളൊന്ന് വായിച്ച്. എത്ര മനോഹരമായ നിലയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതുമായ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം ഞങ്ങൾ കേട്ടു. കർത്താവിൽ നിന്ന് ഞങ്ങൾ കേട്ടു, കർത്താവിനെ ഞങ്ങൾ കണ്ടു, കർത്താവിനെ ഞങ്ങൾ തൊട്ടു. ഈ കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ, ഒരു കേസ് നടക്കാതിരിക്കട്ടെ, അപ്പൊ സാക്ഷികളെ വിസ്തരിക്കാനായിട്ട് വരും. ഒരാളെ കൊന്നു എന്ന് ശരിക്കട്ടെ, ഒരാള് സാക്ഷികളെ കൊണ്ടുവന്നിട്ട് കൊന്ന കാര്യം കണ്ടോ. അപ്പോൾ ജഡ്ജി ചോദിക്കും, ഇയാള് ഈ കത്തി കൊണ്ട് കുത്തുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, ഞാൻ വരുമ്പോൾ ആരാണ് അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞു ഇയാൾ കുത്തി കൊന്നാന്ന് പറഞ്ഞു. നമ്മൾ പൊക്കോളാൻ പറയും. കണ്ടതല്ല, നേരിട്ട് കണ്ടിട്ടില്ല, ആരാണ്ടും പറഞ്ഞു കേട്ടാ പൊക്കോളാൻ പറയും. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. അടുത്ത ആളെ വിളിക്കും, നിങ്ങൾ കണ്ടോ നേരിട്ട്? ഞാൻ കണ്ടില്ല സാറേ, ഞാൻ വന്നപ്പോഴത്തേക്കും കുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇയാളാ കുത്തിയതെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടോ? ഇല്ല, ഗെറ്റ് ഔട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ജഡ്ജിന് വേണ്ടുന്നത് കണ്ട സാക്ഷി, കൃത്യം കണ്ട ദൃക്സാക്ഷി. ദൃക്സാക്ഷി. ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും അവർ കണ്ടു, അവർ കേട്ടു, അവർ തൊട്ടു, അവർ നോക്കി, അവർ ജീവന്റെ വചനം കർത്താവിൽ നിന്ന് കേട്ടു. അത് നമുക്ക് തന്നിരിക്കുക.
ഇത് കയ്യിൽ വെച്ചോണ്ട് ഇത് ഗ്രഹിച്ച് പഠിച്ച് അനുസരിച്ച് ഇത് ജനത്തിന് പകർന്നു കൊടുക്കുക. യോഹന്നാൻ 6:63 ഇതിനോട് ചേർത്തൊന്ന് പഠിക്കുമ്പോൾ, യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ കർത്താവിന്റെ വചനത്തിന് എന്തുണ്ട്? ആത്മാവുണ്ട്, ജീവനുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. സാക്ഷാൽ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വചനം നമ്മിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളിൽ വ്യാപരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ അകറ്റാൻ കഴിയും, നമ്മുടെ ക്ലേശങ്ങളെ അകറ്റാൻ കഴിയും, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയും, നമ്മുടെ അസ്വസ്ഥതകളെ മാറ്റാൻ കഴിയും, നമ്മുടെ ടെൻഷനെ മാറ്റാൻ കഴിയും, നമ്മുടെ ഡിപ്രഷനെ മാറ്റാൻ കഴിയും വചനത്തിന്. ആരും അത് ആ നിലയിൽ എടുക്കുന്നില്ല. പിന്നെ ഒന്നാമതൊരു കാര്യം, പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഞങ്ങളുടെ താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഒരു വാക്യം വായിച്ചിട്ട് വായി തോന്നങ്ങ് പറഞ്ഞിരിക്കുക, പുള്ളി പറയുന്ന ഭാഗം. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ വെച്ച് നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനം വിധത്തിൽ വർദ്ധിച്ചു വരാനുള്ള വഴികൾ നമ്മൾക്ക് പറഞ്ഞത്, അതിനെ ഭേദാഭേദങ്ങൾ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ, കാര്യങ്ങൾ വിശദീകരിച്ചു. വിഷയം വിഭജിച്ച് പോവുക ചെയ്യുന്നത്. ദൈവാത്മാവിലാണ് സംഭവിക്കുന്നത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല. വചനം പ്രാർത്ഥിച്ച് ദൈവസ്ഥലിൽ നിൽക്കുകയാണ്. കർത്താവ് വിഷയത്തെ വിഭജിച്ച് തരിക ചെയ്യുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് തരിക ചെയ്യുന്നത്. അപ്പോൾ ആ വചനത്തിനാണ് ശക്തിയുള്ളത്. എൻ്റെ വാക്കുകൾക്കല്ല ശക്തി, ഈ കർത്താവിൻ്റെ വചനത്തിലാണ് ശക്തി. അത് കേട്ട് നമ്മൾ വിശ്വസിച്ചാൽ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കുമെന്ന കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ വാക്യം, കർത്താവ് പറഞ്ഞ വാക്യം രക്തസ്രാവക്കാർ വിശ്വസിച്ചു അല്ലേ? കർത്താവ് ഇങ്ങനെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാല മരിച്ചുപോയ ഒരു പുള്ളിക്കാരനെ അവിടെ കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരൊന്നും ഇനി ഗുരുവിനെ അസൂയപ്പെടുത്തണ്ട, ബാല. അപ്പൊ കർത്താവ് എന്താ അയാളോട് പറഞ്ഞു? വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ പ്രിയ സഹോദരൻ അതങ്ങനെ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് എന്താ പറ്റി? കുഞ്ഞിനെ കിട്ടി ജീവനോടെ. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്യം നമ്മൾ വിശ്വസിക്കുക, കർത്താവിന്റെ വചനം വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പറഞ്ഞ വചനത്തിന് ജീവനുണ്ട്, അതിന് ആത്മാ വ്യാപാരമുണ്ട്. വലിയ സന്തോഷ വചനം പറയുമ്പോൾ. ഞാൻ ചില സമയത്ത് ക്ഷീണിച്ച് തളർന്ന് നിരാശനായിട്ടിരിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്പസമയം വചനത്തിന് മുമ്പിൽ ഇരുന്ന് വചനം അങ്ങോട്ട് ധ്യാനിച്ച് കഴിയുമ്പോൾ ഒരു പടക്കുതിരെ പോലെ അങ്ങോട്ടായിത്തീരും. ക്ഷീണങ്ങളെല്ലാം മാറും, അസ്വസ്ഥതകളെല്ലാം മാറും. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ പറയുന്ന ഒരു ഭാഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിപ്രഷൻ. വിശ്വാസികളുടെ മക്കൾക്ക്, പാഷന്മാരുടെ മക്കൾക്കുള്ള ഒരു പ്രത്യേക കാരണമാണ് ഡിപ്രഷൻ. എന്ത് ഡിപ്രഷൻ ആണാവൂ? കൂട്ടുകാരൻ തേച്ചിട്ട് പോയി, നാടൻ ഭാഷ അങ്ങ് പറയുക, തേച്ചിട്ട് പോയപ്പോൾ എന്ത് പറ്റി? പാസ്റ്ററുടെ മോക്ക് ഡിപ്രഷൻ. തൃശ്ശൂർ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. പറയാതിരിക്കാൻ എങ്ങനെ പറ്റുന്നത്? സെക്കൻഡ് PDC കണ്ട് പഠിക്കുന്ന കൊച്ചാ, നിരീശ്വരന്മാരുടെ കൂടെ പോയി കൊച്ച്, 10-22 വയസ്സുള്ള കൊച്ച്. അവസാനം പിശാച് കയറി വീട്ടിലെ അപ്പം വന്ന് പിടിക്കുമ്പോൾ അടിക്കും, അമ്മ വന്ന് പിടിക്കുമ്പോൾ അടിക്കും, ആങ്ങളെ പിടിച്ച എല്ലാത്തിനും അടിക്കുക. അവസാനം കയ്യും കാലും കെട്ടിയിട്ടിട്ട് എന്നെ വിളിക്കുക കിടന്നു, പാസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് നിയോഗം കിട്ടാതെ വരത്തില്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വിളിയോട് വിളി. അവസാനം ഒരു നിയോഗം ഏറ്റെടുത്ത് അവിടെ ചെന്നിട്ട് വാക്യം നിങ്ങൾ കേൾക്കണേ, പല പ്രാവശ്യം പറഞ്ഞു കാണും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേരും പാസ്റ്റേ, ഒന്ന് വായിച്ച് കേൾപ്പിച്ചേരും. എല്ലാവരും കേൾക്കട്ടെ. ഇത് ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണം എന്താണെന്നൊന്ന് കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. യൂട്യൂബിലും വാട്സപ്പിലും എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അവരൊന്ന് കേൾക്കട്ടെ, ഒന്ന് വായിച്ചു കൊടുത്തേ. എന്താ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം? കൊച്ചിൻ്റെ അവസ്ഥയ്ക്ക് എന്താ ഈ വട്ടുപോലെ വരാനുള്ള കാരണം? അതിന് അവർ പറയണ ഫിക്സ് എന്നാ. ഫിക്സ് അല്ല, പിശാചായിരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എനിക്ക് അവിടെ തന്ന വാക്യമാണ് ഞാൻ പ്രസംഗിച്ചത്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. കറക്റ്റ് മതി. ഇവിടെ ക്ഷീണം വന്നപ്പോൾ അമാലേക്കരുടെ കൈ വന്ന് പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. ഇവിടെ പ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവത്തിന് അനിഷ്ടമായത് നമ്മൾ ചെയ്യുമ്പോൾ ശത്രു നമ്മുടെ മേൽ അവകാശം പറയും. ദൈവമക്കൾ സൂക്ഷിച്ചോണം. എനിക്കിത് പറയാതെ ദൂത് നിർത്താൻ പറ്റത്തില്ല.
ദൈവമക്കൾ ദൈവ വ്യവസ്ഥ വിട്ടു പോകുമ്പോൾ, പ്രമാണം വിട്ടു പോകുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പുറങ്കാല കൊണ്ട് തട്ടി കളഞ്ഞു പോകുമ്പോൾ ശത്രു നമ്മുടെ മേൽ അവകാശവാദം ഉന്നയിക്കും. അത് നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കും. ഹല്ലേലൂയ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ദൈവമക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവയുടെ വിദ്യാന്തകളെ ഏൽപ്പിച്ചു. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ദൈവത്തിൻ്റെ മനസ്സിനെ കൊണ്ട് ദൈവം ഒരാളെ അങ്ങ് എഴുന്നേൽപ്പിക്കും. അതാണ് ഗിദെയോന് ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അവർ കിടന്ന് നിലവിളിച്ച് വരുമ്പോൾ ദൈവം പിന്നെയും കരുണ കാണിക്കും, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കും. അങ്ങനെ ഒരു സംഭവമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. നമ്മൾ വായിച്ച് പഠിച്ചോണം, സമയം പോലെ അത് വായിച്ച് ഗ്രഹിച്ചോണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും ഉപയോഗത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരാകണം. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരാകണം, ഇടർച്ചയില്ലാത്തവരാകണം. ഇടർച്ച ചെയ്താൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇടർച്ച വരുത്തുന്നവന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണം? വിശുദ്ധീകരണം ചെയ്യണം. കല്ല് കെട്ടി വെള്ളത്തിൽ കളയാനാണ് പറഞ്ഞേക്കുന്നത്. ആരെങ്കിലും ചെയ്യുമോ? എന്താ പ്രസ്ഥാനത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്നവനൊക്കെ കല്ല് കെട്ടി വെള്ളത്തിൽ താക്കേണ്ട ഗതികെട്ട അവസ്ഥ വരും. ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുമോ? അമ്മമ്മേ, കൂടെ കിടക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അവർക്ക് അസിസ്റ്റന്റ് പാസിന് മേൽപാസിന് ചെയ്യാൻ പറ്റുമോ? ക്രമക്കേട് കാണിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് വിട്ടുപോകുക, അത്രയേ ഉള്ളൂ. അതിൽ വേറെ വഴിയൊന്നുമില്ല. ഹല്ലേലൂയ. പ്രമാണം വാങ്ങാനായിട്ട് ദൈവപുരുഷൻ പോയപ്പോൾ അസിസ്റ്റന്റ് പാസറായ അഹരോൻ ചെയ്തത് എന്താ? ദൈവപുരുഷൻ വന്നപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഗുണപാഠം പഠിച്ചോ? ദൈവപുരുഷൻ വന്നപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ, ഒരു അബദ്ധം പുള്ളിക്ക് പറ്റിപ്പോയി, ഒരു കാര്യം ചെയ്യും, ഇനി മേലെങ്ങനെ ചെയ്യുമ്പോൾ ശാസിച്ച് വിടുകയാണ് ചെയ്തത്. വീട്ടിൽ നുറുക്കാൻ പറഞ്ഞു. മനസ്സിലാക്കണം അത്. ദൈവത്തിൻ്റെ മനുഷ്യനായ മോശയോട് ദൈവം പറഞ്ഞു, യോശുവ ജനത്തോട് വാളരക്കേട്ടാൻ പറഞ്ഞു. ഓരോരുത്തൻ അയൽവക്കക്കാരനെ വെട്ടാനല്ല പറഞ്ഞത്, ഓരോ സഹോദരനെ വെട്ടാൻ പറഞ്ഞു. പ്രമാണം വിട്ടുപോയതിനെ വെട്ടാൻ പറഞ്ഞു. 3000 പേരവിടെ വീണുപോയി. ഈ അഹരോന്റെ പുത്രന്മാരല്ലേ? ലേവ്യ പുസ്തകം 6-ന്റെ ലേവ്യ പുസ്തകം ഹല്ലേലൂയ 10-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു. ഇത് വിഷയങ്ങൾ ഇങ്ങനെ കയറി വരുന്നതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്, അല്ലെ ഞാൻ പറയത്തില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? വായിച്ചാട്ടെ. ആ ആ ആ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളി. നാദാബും അബീഹൂവും ഇന്ന് ആത്മീയ ഗോളത്തിൽ കിടന്ന് വിലസുകയാണ്. അപ്പൊ എന്നോട് ചോദിക്കും, പാസ്റ്ററെ അവരിപ്പോ കിടന്ന് സുഖമായിട്ട് ശുശ്രൂഷ ചെയ്ത് കോടികളൊക്കെ സമ്പാദിച്ച് അവർ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. ഒരാൾക്ക് 9 മാളുണ്ട്, ഒരാൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. ആത്മീകമായി ചത്തുപോയി സഹോദരന്മാരെ അവരൊക്കെ. ആക്ഷരിക തീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് നാദാബും അബീഹൂബയും ദഹിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഈ കൃപായുഗ കാലത്ത് ഈ ചെയ്യുന്നവര് ആത്മീകമായി അവർ ചത്തുപോയി, ഡെഡായി. അവരുടെ അടുക്കൽ കിടന്നാൽ പിന്നെ പോകുന്നവനൊക്കെ ആത്മീയമായി ചത്തുകൊണ്ടിരിക്കും. ഈ മർമ്മം മനസ്സിലാക്കുക ദൈവമക്കളെ. എനിക്കിതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മീയമായി ചത്തു കിടക്കുന്നവനോട് പോയാൽ നമ്മളും ചത്തുപോകും. ഹല്ലേലൂയ. ആത്മീക ജീവൻ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ പോയാൽ നമ്മൾ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കും. ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഓരോ കൂട്ടായ്മയിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ സഭായോഗത്തിലും, ഒരേ ആത്മീക കൂടിവരവിലും നമ്മൾ ജീവൻ പ്രാപിച്ച് സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തപ്പെടണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? സാധു കൊച്ചുഞ്ഞു ദേശീയല്ല. സ്വത്രം ഇന്ത്യയുടെ ഒരു അപ്പോസ്റ്റലൻ ഉണ്ടായിരുന്നല്ലോ, സാധു സുന്ദർ സിംഗിന്റെ പുസ്തകം. ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ എൻ്റെ ഒരു ബുക്ക് എൻ്റെ ഇരിപ്പുണ്ട്. ഞാനത് വായിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യം ഇതാണ്, ഗ്രഹിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം. ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് ഒരു സേവകനുണ്ട്. ആ രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ഒരു മുറിയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഈ സർവൻ്റായിട്ട് നിൽക്കുന്ന വ്യക്തി എന്തോ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയ സമയം നോക്കി ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് ഈ രോഗിയുടെ അടുക്കിലേക്ക് വരിക. പരസഹായം കൂടാതെ എണീക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന രോഗിയാണ്.
ഈ പാമ്പ് വന്നിട്ട് ഇദ്ദേഹത്തെ കടിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഞാൻ രോഗിയായിട്ട് കിടക്കുക, ആ കൂട്ടത്തിൽ ഈ പാമ്പ് കൂടി കടിച്ച് എന്നെ കൊല്ലുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സർവന്റ് വന്ന് നോക്കുമ്പോൾ പാമ്പ് കിടക്കുക. അദ്ദേഹം ഓടി വെളിയിൽ പോയി ഒരു വടിയെടുത്തുകൊണ്ട് വന്ന് പാമ്പിൻ്റെ മണ്ടയ്ക്ക് അടിച്ചാൽ ഞങ്ങൾ കൊന്നു. എന്തുകൊണ്ടാണ് ആ കിടപ്പ് രോഗിക്ക് ഈ പാമ്പിനെ കൊല്ലാൻ പറ്റാത്തത്? ജീവനുണ്ട്, സമൃദ്ധിയായ ജീവനില്ല. ഇതുപോലെ നമുക്ക് ആത്മീക ജീവൻ നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു ജീവനുണ്ട്. ആ ജീവൻ സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തപ്പെടാം. ഇല്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പാകെ നിൽക്കാൻ പറ്റത്തില്ല. ശത്രുവിന്റെ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തോൽവി അടഞ്ഞു പോകും. പിശാച് നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽപ്പീൻ. യോഹന്നാൻ അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ. യാക്കോബ് പറയുന്നുണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ. പൗലൂസ് പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. 3 അപ്പോസ്തലന്മാർ ശക്തമായി പറയുന്നുണ്ട്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്തോ പറ്റും? ഈ റെസ്ലിങ്ങിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അമേരിക്കൻ റെസ്ലിങ്ങിലൊക്കെ ഒരു വ്യക്തി നമ്മൾ വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എതിർത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളവൻ കീഴ്പ്പെടുത്തും, എതിരാളിയെ കീഴ്പ്പെടുത്തും. എതിർത്ത് നിന്നാലോ ഭയപ്പെട്ടു പോകും. പട്ടി നമ്മളെ കടിക്കാൻ വരുന്നതെന്ന് ചോദിച്ചോ, നമ്മൾ ഓടുക. അതൊരു പ്രത്യേക ഒരു മനഃശാസ്ത്രം കണക്കായി പറയുന്നത്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ അങ്ങനെ ആകാനാ സാധ്യത കൂടുതൽ. ഈ പട്ടി ഓടിയാൻ വരുമ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പട്ടി നമ്മളെ ഓടിച്ചിട്ട് കടിക്കും. അതേ സമയത്ത് സകല ധൈര്യവും സംഭരിച്ച് നിലത്തിരുന്നിട്ട് ഒരു വലിയ കല്ലെടുത്ത് അവനെ എറിയുന്നതായിട്ടൊന്ന് ആക്ട് ചെയ്താൽ അവിടെ നിൽക്കും അവൻ. അതിൻ്റെ മനഃശാസ്ത്രം അതാ. കാരണം മനസ്സിലാക്കുന്നത് എന്താ? ഈ പുള്ളി എന്നെ കൊല്ലാൻ പോവാണ്, എന്നെ ഉപദ്രവിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇനി ഓടിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അവിടെ നിൽക്കും അവൻ. എതിർത്ത് നിൽക്കുക. നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തി നമുക്കില്ല. ശത്രുവിന്റെ പോരാട്ടങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്കില്ല. അതിനാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ, സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ നിയമങ്ങളെയും കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് ഈ വിധ ആയുധങ്ങൾ 8 ആയുധങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ആയുധം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കണം. അല്ലെങ്കിൽ പിശാച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമ്മളെ സമ്മതിക്കത്തില്ല. അതിന് വേദശാസ്ത്രികൾ പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിശാചിനെ നിർമ്മിച്ചത് ഏദൻ തോട്ടത്തിലാ. ആ തോട്ടത്തിൽ നിർമ്മിച്ച പിശാച് എന്ത് ചെയ്തു? ദൈവത്തോട് എതിർത്തപ്പോൾ വെട്ടി താഴെ ഇട്ടു. പിശാചിലെ ദൂതന്മാരട്ടല്ലേ, ദൂതനെ, കെരൂബിനെ. ഏദൻ തോട്ടത്തിലായിരുന്നു. അതേ തോട്ടത്തിൽ മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവം. അപ്പൊ വേദശാസ്ത്രികൾ പറയുന്ന ഒരു ഭാഗമായി, എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, പിശാചിന്റെ ചിന്ത ഇതാണ്, എന്നെ സൃഷ്ടിച്ച സ്ഥാനത്ത് എന്നെ ശപിച്ച് പിശാചാക്കിയിട്ട് അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിന്നോടൊപ്പം വാഴാൻ ഞാൻ അനുവദിച്ചു കൊടുക്കാം. മനുഷ്യനെ സൃഷ്ടിച്ച് അവനും നീയുമായിട്ട് കൂട്ടായ്മ ആയിരിച്ച് സ്വർഗത്ത് കൊണ്ടേ സന്തോഷിക്കാൻ പോവല്ലേ, ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതാണ് നമ്മളോടുള്ള വെല്ലുവിളി. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെതിരെ പോരാട്ടമുണ്ട്, നമുക്കെതിരെ വെല്ലുവിളിയുണ്ട്, നമുക്കെതിരെ ശത്രുവിന്റെ സ്വത്രം തീയമ്പുകളുണ്ട്. അവിടെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. എല്ലാറ്റിലുപരി വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മളെ പഠനം അനുസരിച്ച് നോക്കുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദൈവം ആരെന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാകുന്നു. ഊഷ്മളമായ ദൈവസ്നേഹം, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുൻപിലൊക്കെ ഒരു ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. അതാണ് പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ ഉയരത്തിൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വീക്ഷിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അടുത്ത യേശു ക്രിസ്തുവിനായി നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ. നീതിഫലം നിറഞ്ഞവരുമായി തീരണം. നീതിയുടെ ഫലം. ഈ നീതിയുടെ ഫലം എവിടെ കിട്ടുമെന്നുള്ളത് സ്തോത്രം നമുക്ക് വചനത്തിലൂടെ ഒന്ന് പഠിച്ചെടുത്താൽ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ഈ ഫലം എന്താണെന്ന് നമുക്ക് വായിക്കാം. നീതിഫലം. നീതി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്.
റോമർ 6:19 മുതൽ വായിച്ചാട്ടെ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ 6:19 ആ പറയുന്നു. ആ ആ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നീതി ചെയ്യ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നീതിഫലം. നീതി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫലം കിട്ടുന്നത്. നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അടുത്ത് ആയിരുന്നപ്പോൾ നീതിയെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അടുത്ത എന്ത് ഫലമുണ്ടായിരുന്നു? തോന്നുന്നത് തന്നെ. അടുത്ത് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ശുദ്ധി. അപ്പം നീതിയുടെ ഫലം എന്താ? ശുദ്ധീകരണം. നീതി ഫലം നിറഞ്ഞവരുമായി തീരുക, ശുദ്ധീകരണം നിറഞ്ഞവരുമായി തീരുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കണ്ടോ, കണക്റ്റഡ് ആയിട്ടുള്ള വിഷയം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നീതി ഫലം, ശുദ്ധീകരണം, വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പാപം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ, പാപം ചെയ്യുക പ്ലസ് ലജ്ജ. പാപം പഠിക്കുമ്പോൾ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ശുദ്ധീകരണം കിട്ടും. ആ ശുദ്ധീകരണത്തിന്റെ ഫലമാണ് നിത്യജീവൻ. കണക്റ്റഡ് ആയിട്ട് നടക്കുന്ന വിഷയം കണ്ടോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. സ്തോത്രം. കാഹളം ധരിച്ച് കർത്താവ് വരാറായി. ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ എടുത്ത് തന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ ഉയരത്തിൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായി തീർന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഭേദാഭേദങ്ങളെ വിവേചിക്കുകയും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം. ഈ അധ്യായത്തോട് ചേർത്ത്, ഈ വാക്യത്തോട് ചേർത്ത് ആ സ്നേഹത്തിന്റെ ആധിക്യം നന്നായിട്ട് മനസ്സിലാക്കാൻ 1 കൊരിന്ത്യലേഖനം 13-ാം അധ്യായം ഞാൻ 2-3 വാക്യങ്ങളെ വായിച്ചുള്ളൂ. അത് മുഴുവനൊന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷയം സ്നേഹം, ദൈവസ്നേഹം എന്നുള്ളതാണ്. സ്തോത്രം. ആ വാക്യം പാസ്റ്റർ വായിച്ച് 2-3 വാക്യം വായിച്ച് നിർത്തിയുള്ളൂ. ബാക്കി വാക്യങ്ങളോട് വായിച്ച് നിർത്താൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. സ്നേഹം എന്ത് ചെയ്യുന്നു? എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഒരു പ്രയോജനമില്ല. അടുത്ത സ്നേഹത്തിന്റെ ക്വാളിറ്റി ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അടുത്ത എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരങ്ങളൊക്കെ പോകും, ഭാഷാപരമോ ഒക്കെ നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴേ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റപ്പെടും. അടുത്ത ഇവിടെ ഈ വാക്യം എന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റാതിരിക്കുന്നത് നമ്മുടെ ആത്മീക ശൈശവാവസ്ഥയാണ്. ശിശുക്കളായിരുന്നുണ്ടോ സ്നേഹിക്കാൻ കഴിയാത്തത്? ഇപ്പൊ എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കും, ഒരു പഴംപൊരി മേടിച്ചു കൊടുക്കുമ്പോൾ എന്നെ സ്നേഹിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അവൻ എന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ വരും. കാരണം എന്താ? ശിശുവായതുകൊണ്ടാണ്. ഒരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞാലോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ തന്നെ അവനോ പപ്പ എനിക്കത് വാങ്ങി തന്നു. 15 വയസ്സായ ഒരു കൊച്ച് പപ്പയെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സൈക്കിൾ മേടിച്ച് തന്നു. ആ സ്നേഹം കാണും. ഇപ്പോഴാണെങ്കിലോ അത് ആ നേരത്തേക്കുള്ള സ്നേഹമുണ്ട്. കാരണം ശൈശവാവസ്ഥ കിടക്കുക. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരീക്ഷിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത്
അപ്പൊ ശൈശവാവസ്ഥയിൽ കിടന്നാൽ നമുക്ക് തമ്മിൽ തിരിയിക്കാൻ കഴിയത്തില്ല. അതിനെന്ത് വേണം? ആത്മീക വളർച്ചയിലേക്ക് വരണം. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. സ്നേഹം വളരണം, സ്നേഹത്തിന് വർധനമുണ്ടാകണം, സ്നേഹത്തിന് ആഴമുണ്ടാകണം. സ്നേഹത്തിന് ആഴം, നീളം, വീതി എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്. ആ സ്നേഹത്തിന് ആഴം, നീളം, വീതി എന്നുള്ള യെശയ്യാപ്രവചനത്തിന്റെ എഫേസ്യ ലേഖനത്തിലെ പദം. ഹല്ലേലൂയ. അതിന്റെ 18 വായിക്കാം. 3:18. വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കഴിയുന്ന ദൈവസ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും വേണം. ദൈവസ്നേഹത്തിന്റെ ആഴം, നീളം, വീതി നമ്മൾ അറിയാൻ പ്രാപ്തരാകണം. അതിന് ആത്മീക ശൈശവാവസ്ഥ വിടണം, ആത്മീയ പക്വതയിലേക്ക് വരണം, ആത്മീയ വളർച്ചയുണ്ടാകണം, ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. ഇത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിയിൽ ഉണ്ടായാലേ സ്നേഹം അവനിൽ രൂഢമൂലമായി വരത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 1 തീമോഥെയോസ് 1:5 സ്നേഹം, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം നമ്മളിൽ വരണമെങ്കിൽ ഈ ആത്മീക ശൈശവാവസ്ഥ വിടണം. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമടിയായി കാണുന്നു, അപ്പോൾ മുഖമോമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹമാണ് നമ്മൾ വർദ്ധിച്ചു വരേണ്ടത്. ഫിലിപ്പിയ ലേഖനത്തിലെ വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതെന്താ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. സ്തോത്രം. വിവേചിക്കുമാറാകണമെന്ന്. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാര്, ഇടർച്ചയില്ലാത്തവര്, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് നീതിബലം നിറഞ്ഞവരുമായി തീരേണം. ഈ ആത്മീയ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോഴാണ് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുന്നത്. അതിനായിട്ട് കർത്താവ് ഈ വചനത്തിലൂടെ, ഈ പ്രബോധനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നീ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ നീ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ. പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ, തീർന്നിടേണമേ. പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ, എല്ലാം അങ്ങേ ഓ വക്രാദാനി നിറഞ്ഞ പാപ ലോകത്തിൽ നീ വിളിച്ചുവേ വിളിച്ചാനിഞ്ചന, വക്രാദാനി നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചുവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിന്റെ പൊന്നുനാം മഹത്വത്തിനായി ദിനം ാൻ കൃപ നൽകണമേ, നിന്റെ പൊന്നുനാം മഹത്വത്തിനായി ദിനം ാൻ കൃപ നൽകണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം
അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ